പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിദേശത്തുണ്ടോ? വിദേശത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിക്കേ. വിദേശത്ത് ഒട്ടുമുക്കാലും പേരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ട്. വിദേശത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും പേര് ഈ വിദേശത്തുള്ളവരെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് അവിടെ PR കിട്ടിയില്ല, അവർക്ക് അവിടെ യൂണിവേഴ്സിറ്റി പേപ്പർ പ്രസൻറ്റേഷൻ ശരിയായില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടിയില്ല, അവർക്ക് അവിടെ വീട് ശരിയായിട്ടില്ല, അവർക്ക് അവിടെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല, അവിടുത്തെ ജീവിതം ശരിയല്ല, അവിടുത്തെ കുടുംബ ജീവിതം ശരിയല്ല, അവരവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അവർക്ക് കൂട്ടുകെട്ടില്ല, അല്ലേ? അവരുടെ സർട്ടിഫിക്കറ്റ് ശരിയായിട്ടില്ല, ഇന്ന പരീക്ഷ പാസ്സായിട്ടില്ല, അവർക്ക് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല, ഇങ്ങനെ തുടങ്ങി 100,000 പ്രാരാബ്ധങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൂരങ്ങളിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളെ ഒരു ദേശത്ത് ദൈവം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു പഠിച്ചോണം, നിങ്ങളെ ഒരു ദേശത്ത് ദൈവം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ അത് പ്രവർത്തിക്കും. ഒരു നല്ല വചനം പറഞ്ഞു തരാം. അത് എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 14. പ്രത്യേകിച്ച് വിവിധ ദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുകയോ ഭാരപ്പെട്ട് കഴിയുകയോ ഇവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുമോ എന്ന് ഭാരപ്പെടുന്ന, ഇനി എങ്ങനെ ഈ ദേശത്ത് ജീവിക്കുമെന്ന് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ആ വ്യക്തികൾ ഇതാ വചനം പറയുകയാണ്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 14-ാം തിരുവചനം. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ശ്രദ്ധിച്ചേ, നിങ്ങൾക്കൊരു ദേശത്ത് ഒരു ജോലിയും കുടുംബവും ജീവിത വഴികളും ഒരുക്കി കഴിഞ്ഞാൽ ആ ദേശത്ത് ജീവിക്കാനുള്ളത് ദൈവം ഒരുക്കുന്നു. ഇത് നീ വിശ്വസിക്കണം. അല്ലാതെ രാവിലെ തൊട്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം?